അല്പസമയം അനുവദിക്കപ്പെട്ട സമയം ഈ ദൂതിനകത്ത് നിന്നുകൊണ്ട് വചനം ധ്യാനിക്കുവാൻ പോകുകയാണ്. ഒന്നാമത്, ഏതൊരു ദൈവവൈതലും കരുത്ത് പകരുന്ന ഒരു ദൂതാണ് നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ധൈര്യപ്പെടാൻ ആർക്കെങ്കിലും കഴിയാതിരിക്കുന്നെങ്കിൽ 10 വർഷത്തെ ചരിത്രം തിരിഞ്ഞു ചിന്തിക്കണം. ഇതിനേക്കാൾ വലിയ പ്രോബ്ലത്തിലൂടെ നീ കടന്നുപോയ സമയത്ത് ജീസസ് നിനക്കൊരു കേടും വരാതെ അത്ഭുതകരമായ പ്രോബ്ലത്തിൽ നിന്ന് ദൈവം പുറത്തെടുത്തെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ലെവലേശം കുലുങ്ങണ്ട. ദൈവം വിശ്വസ്തനാണ്. ഒന്നാമീൻ പറഞ്ഞാണ്, ദൈവം വിശ്വസ്തനാണ്. കാരണം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ പ്രതിസന്ധിയാണ്. അതിനെ നിങ്ങൾ വലുതായി കാണരുത്. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ വിശ്വസ്തനാണ്. കൊരിന്തിലെ സഭയോട് പൗലോസ് പറയുന്നൊരു ഭാഗം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്കുണ്ട്. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എഴുതി ഉറപ്പിക്കുക, നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചോണ്ട് വന്ന ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, വഴിത്തലക്കൽ വിടുന്നവനല്ല, നരയ്ക്കുവോളം ചുമക്കുന്നവനാ. ഒന്നുകൂടെ കേറി പറയാം, ചുമന്ന് വിടുവിക്കുന്നവനാ. ഹല്ലേലൂയ. ഞാൻ ഇനി ഈ വചന വെളിപ്പാടിൽ നിന്നോടൊരു ദൂതൂടെ പറയാം. ഈ ദിവസങ്ങളിൽ നീ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കുന്ന ചില അടയാളങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നു. നിന്റെ തലമുറമേൽ സംഭവിക്കാൻ പോകുന്നു. നീ വിചാരിച്ചതുപോലെ അല്ല. ദൈവം വിശ്വസ്തനെന്ന് പ്രൂവ് ചെയ്യത്തക്കവണ്ണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം വിശ്വസ്തനെന്ന് അക്കമിട്ട ഉറപ്പിച്ച് പറയാൻ കാരണം, പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നൊരു പദമുണ്ട്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വചനം. നാം അവിശ്വസ്തരായി തീർന്നാൽ അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ദൈവം വിശ്വസ്തനാണ്. നീ അവിശ്വസ്തനായാൽ പോലും ദൈവം വിശ്വസ്തനാ. കാരണം ആ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയത്തില്ല. കണ്ടോ, നീ 100% വിശ്വസ്തനായതുകൊണ്ടല്ല നിന്നെ ദൈവം നടത്തിയേ. നോ, അല്ല. നിങ്ങൾ പലരും അവിശ്വസ്തരായിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് അപ്പോഴും മാറ്റമില്ല. ഹല്ലേലൂയ. ഞാൻ ആ പദം അവിടെ നിർത്തുക. കാരണം 2-ാമത്തെ സന്ദേശമാണ്. എന്നെങ്കിലും ഒരു ദിവസം ദൈവം വിശ്വസ്തനാണ് എന്ന് മാത്രം പറയുന്ന ഒരു മെസ്സേജ് ബൈബിളിൻ്റെ പല ഭാഗത്തു നിന്ന് കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് ധ്യാനിക്കണം. ഇന്ന് പറയാൻ പോകുന്നത് 2-ാമത്തെ സന്ദേശമാണ്. കർത്താവിന് സ്തോത്രം. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാത്ത ദൈവം. നിങ്ങൾ ആ ഭാഗം ഒന്ന് മനസ്സിനകത്തൊന്ന് ധ്യാനിക്കണം. നമുക്ക് കഴിയുന്നതിന് മീതെ. നിനക്കെത്രയും കരുത്തുണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ട് ആ കരുത്തിനകത്ത് നിൽക്കുന്ന ഒരു പരീക്ഷ തരത്തുള്ളൂ. കാരണം കഴിയുന്നതിന് മീതെ ഒന്ന് വരാൻ നിനക്ക് സമ്മതിക്കുകയല്ല ദൈവം. ഹല്ലേലൂയ. ഞാൻ എന്താ എന്ന് ഒന്ന് വെളിപ്പെടുത്തി തരാം. നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നാം തകർന്നു കാണാൻ പലർക്കും സമ്മതമാണ്. പക്ഷെ നമ്മൾ തകരാത്ത എന്നാന്നറിയാമോ? ദൈവത്തിന് സമ്മതം അല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം. നീ നന്നായി ജീവിക്കുന്നത് ചിലർക്ക് സമ്മതമല്ല, പക്ഷെ അവരുടെ സമ്മതം നോക്കി അല്ല നിന്നെ ജീവിപ്പിക്കുന്നത്. ആര് സമ്മതിച്ചില്ലെങ്കിലും ദൈവം സമ്മതിക്കും. ഇത് ചിലരെയൊക്കെ ദൈവാത്മാവ് ചെന്ന് തൊടുക, വചനം ചെന്ന് തൊടുക, വ്യക്തികളെ തൊടുക. നിന്നെ തീർക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ അവന്റെ സമ്മതമില്ലാതെ ഒരാൾ നിർത്തിയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കുഞ്ഞു വചനഭാഗം അങ്ങോട്ട് ഇട്ട് തന്നേച്ച് 2 വാക്യം വായിക്കും.
ഒരു രാജ്യത്തിന് മുഴുവൻ സമ്മതമാ ദാനിയേലിനെ സിംഹം കടിച്ച് കീറി തിന്നാൻ. ദാനിയേലിന്റെ എതിരാളികൾക്കും സമ്മതമാണ്. ഇച്ചിരൂടെ കയറി പറഞ്ഞാൽ കൊട്ടാരത്തിലെ രാജാവ് ഒഴിച്ച് മറ്റെല്ലാവർക്കും സമ്മതമാണ്. പക്ഷേ സിംഹത്തിന് സമ്മതമാ കഴിക്കാൻ. രാജ്യത്തിന് മുഴുവൻ സമ്മതമാ, പക്ഷെ മോളിലിരിക്കുന്നവന് സമ്മതമല്ല. അവന് സമ്മതമല്ലാത്ത കാലത്തോളം നാട്ടുകാരെല്ലാം സമ്മതപത്രം ഒപ്പിട്ടാലും നീ ഭയപ്പെടണ്ട. ഇത് കേൾപ്പിക്കാനാ ഇന്ന് രാവിലെ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. ദാവീദ് പറയുക, എന്റെ വിധി പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കത് കേൾക്കണ്ട. എനിക്കുള്ള വിധി നിന്നിൽ നിന്ന് വരട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂതി ഞാൻ പറയാം, നിനക്കുള്ള വിധി നാട്ടുകാരിൽ നിന്നല്ല, എതിരാളികളിൽ നിന്നല്ല, മന്ത്രവാദികളിൽ നിന്നല്ല, ശത്രുവിൽ നിന്ന്. നിനക്കുള്ള വിധി ദൈവത്തിൽ നിന്ന്. എത്ര പേർക്ക് അത് ആത്മാവിൽ കാണാനായിട്ട് പറ്റും? നിന്റെ കഷ്ടകാലങ്ങൾ കരുതി വീഴട്ടെ. നിനക്കുള്ള വിധി. ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നിനക്കുള്ള വിധി. അപ്പൊ ഒരു കാര്യം ഇന്ന് പഠിച്ചു, ആർക്കൊക്കെ സമ്മതമായാലും സ്തേഫാനോസിനെ കൊല്ലാൻ ശൗലിന് സമ്മതമായിരുന്നു. പക്ഷേ ശൗലിനെ ഉപദേശിയാക്കാൻ ദൈവത്തിന് സമ്മതമായിരുന്നു. ഞാൻ ഈ ദൂതിനെ ഒന്ന് തൊടാൻ പോവാ. കർത്താവിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടോ, നാട്ടുകാരുടെ സമ്മതം നോക്കിയിട്ടല്ല നിന്നെ തിരുവല്ല നിർത്തുന്നേ. അല്ല. വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്, വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ്, പക്ഷെ നിന്നെ ഞാൻ അവിടെ നിർത്തിയിരിക്കുക. മനസ്സിലായോ? വീട് വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരോട് ഞാൻ പറയുക, നീ വീട് വിട്ടു പോകണ്ട, നീ അവിടെ തന്നെ പാർക്കും. നീ പാർക്കുന്നിടം ദൈവത്തിന് അറിയാം. നീ അവിടെ പാർക്കുന്നത് ദൈവത്തിന് സമ്മതമാ. ആരെല്ലാം നിന്നെ തീർക്കാൻ തീരുമാനിച്ചാലും ദൈവത്തിന്. ഇനി ദൈവത്തിന് സമ്മതമല്ലാത്ത ചില കാര്യം ഭക്തന്മാർ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ തൊടുന്ന ഒരു ദൂതായിരിക്കും. സ്തോത്രം. നിന്റെ അയലോക്കത്തുകാരൻ നിന്നോട് എതിരായിട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം, നിന്റെ വീട്ടിൽ പുതിയ കാറ് വാങ്ങിച്ചതായിരിക്കും, നിന്റെ മോള് മെഡിസിന് പോയതായിരിക്കും. അവരുടെ എല്ലാം സമ്മതപത്രം വാങ്ങി വെച്ച് നിനക്ക് ജീവിക്കാൻ പറ്റുകയില്ല. നീ അവിടെ ചിരിച്ചോണ്ട് ജീവിക്കുന്നതിൻ്റെ രഹസ്യം, മേളിലിരിക്കുന്നവന് സമ്മതമാണ് നീ താമസിക്കുന്നത്. നിന്റെ സന്തതി ആ രാജ്യത്ത് പോയത് ദൈവത്തിന് സമ്മതമാ. നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സമ്മതമാ. അപ്പൊ ഞാൻ നിന്നോട് പറയാം, രക്തബന്ധങ്ങൾക്ക് സമ്മതമില്ലെങ്കിലും, ചുറ്റുപാടുകൾക്ക് സമ്മതമില്ലെങ്കിലും ദൈവത്തിന്